നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. തുമ്മുമ്പോൾ സുപ്രീം കോടതിയിൽ കേസുമായി ഓടുന്ന ഒരു സംസ്ഥാന സർക്കാർ ഖജനാവിലാണെങ്കിൽ പൂച്ച പെറ്റി കിടക്കുന്നുണ്ട് എന്നുള്ള ആക്ഷേപവും. ഈ സുപ്രീം കോടതിയിലൊക്കെ പോകുമ്പോൾ ഒരു വക്കീലിന്റെ സിറ്റിങ്ങിന് എത്ര രൂപയാണ് കൊടുക്കേണ്ടി വരിക എന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പലരും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. സുപ്രീം കോടതിയിൽ കേരളത്തിനായി ഹാജരാകുന്ന അഭിഭാഷകർക്കായി ചെലവഴിക്കുന്നത് കോടികൾ എന്ന കണക്കുകളാണ് പുറത്തുവരുന്നത്. കേരള സർക്കാരിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരായതിന് മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ ആവശ്യപ്പെട്ടത് 2.5 കോടി രൂപയാണ്. 75 ലക്ഷം രൂപ ഇതുവരെ അനുവദിച്ചിട്ടുമുണ്ട്. കടമെടുപ്പ് സംബന്ധിച്ച കേസിലാണ് കേന്ദ്ര സർക്കാരിനെതിരെ കപിൽ സിബൽ ഹാജരായത്. 2021 മെയ് മുതൽ ഇതുവരെ നിയമോപദേശത്തിനായി 94 ലക്ഷത്തോളം രൂപ സർക്കാർ ചെലവഴിച്ചു. ഈ കാലയളവിൽ സുപ്രീം കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്കായി 8.5 കോടി രൂപ ചെലവഴിച്ചതായും അഡ്വക്കേറ്റ് ജനറലിന്റെ ഓഫീസിൽ നിന്നുള്ള കണക്കുകൾ വ്യക്തമാക്കുന്നു. പെരിയ, ഷുഹൈബ് കേസുകൾക്ക് പുറമെയാണ് ഇപ്പോൾ വിവരാവകാശം വഴി പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ. മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന ഷുഹൈബിന്റെ കൊലപാതക കേസിൽ CBI അന്വേഷണം ഒഴിവാക്കാൻ അഭിഭാഷകർക്കു വേണ്ടി സർക്കാർ മുടക്കിയത് 96,34,261 രൂപയാണ്. അഭിഭാഷക ഫീസായി 87 ലക്ഷം രൂപ ഇവർക്കും വിമാനയാത്രയ്ക്കും ഹോട്ടൽ താമസത്തിനും ഭക്ഷണത്തിനുമായി 6,64,961 രൂപയും ചെലവഴിച്ചു. കാസർഗോഡ് പെരിയയിലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷ്, ശരത് ലാൽ എന്നിവരെ വധിച്ച കേസിലും CPMകാരായ പ്രതികളെ രക്ഷിക്കാൻ സർക്കാർ ഇറക്കിയത് പുറത്തുനിന്നുള്ള അഭിഭാഷകരെ. പെരിയ കേസിൽ അഭിഭാഷകർക്കായി മൊത്തം ചിലവാക്കിയത് 1,14,83,132 രൂപ. ഹൈക്കോടതിയിൽ ഹാജരായ അഭിഭാഷകർക്ക് 88 ലക്ഷം രൂപ ഫീസ് നൽകി. 2,33,132 രൂപ വിമാനയാത്രയ്ക്കും താമസത്തിനും ഭക്ഷണത്തിനും. സുപ്രീം കോടതിയിൽ പെരിയ കേസിൽ സർക്കാരിന് വേണ്ടി ഹാജരായതിന് 24.5 ലക്ഷം രൂപ മനീന്ദർ സിംഗിന് നൽകി. ഷുഹൈബ്, പെരിയ കേസുകളിൽ പ്രതികളായ CPMകാർക്ക് വേണ്ടി സർക്കാർ ഖജനാവിൽ നിന്ന് ചെലവഴിച്ചത് 2,13,17,393 രൂപയാണ് എന്ന് സർക്കാർ നിയമസഭയെ അറിയിച്ചിരുന്നു. 2018 ഫെബ്രുവരി 12-നാണ് SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയത്. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ആയിരുന്നു ഷുഹൈബ്. 2019 ഫെബ്രുവരി 17-നാണ് കാസർഗോഡ് പെരിയ കല്യാട്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ കൃപേഷും ശരത്ലാലും കൊല്ലപ്പെട്ടത്. നിയമോപദേശത്തിനായി അഭിഭാഷകർക്ക് നൽകിയ തുക 2021-23 KK വേണുഗോപാലിന് 15 ലക്ഷം, മദൻ B ലോക്കൂറിന് 24 ലക്ഷം രൂപയാണ്. മുഹമ്മദ് നിസാമുദ്ദീന് 8 ലക്ഷം രൂപ, ഫാലി S നരിമാന് 30 ലക്ഷം രൂപ, സുബൈ ശർമ്മയ്ക്ക് 90 ലക്ഷം രൂപ, സഫീർ അഹമ്മദിന് 4 ലക്ഷം, വിനോദ് K ആനന്ദ് ക്ലർക്കായിട്ടുള്ള വിനോദ് K ആനന്ദിന് 3 ലക്ഷം രൂപ. സുപ്രീം കോടതിയിൽ ഹാജരായവരുടെ ഫീസ് നോക്കുകയാണെങ്കിൽ R ബസന്തിന് 14.4 ലക്ഷം രൂപ, CN ശ്രീകുമാറിന് 1.76 ലക്ഷം രൂപ, ജയദീപ് ഗുപ്തയ്ക്ക് 2.14 കോടി, V ഗിരിക്ക് 17 ലക്ഷം രൂപ, രഞ്ജിത് കുമാറിന് 77 ലക്ഷം, PV സുരേന്ദ്രനാഥിന് 19,36,000 രൂപ, KV വിശ്വനാഥന് 18,80,000 രൂപ, KN ബാലഗോപാലിന് 24,20,000 രൂപ, ഹരിൻ P റാവലിന് 21,45,000 രൂപ, പല്ലവ് സിസോദിയയ്ക്ക് 55 ലക്ഷം രൂപ, R വെങ്കിട്ടരമണിന് 2.5 ലക്ഷം രൂപ, പ്രതാപ് സുദർശന് 66,000 രൂപ, KK വേണുഗോപാലിന് 1,42 ലക്ഷം രൂപ, കപിൽ സിബലിന് 1,11 ലക്ഷം രൂപ, ചന്ദർ ഉദയ് സിംഗിന് 19 ലക്ഷം, നവീൻ R നാഥിന് 5.35 ലക്ഷം, നീരജ് കൃഷ്ണൻ കൗളിന് 5.5 ലക്ഷം, ജയനാഥ് മുത്തരാജന് 21,12,000 രൂപ, രഞ്ജിത് കുമാറിന് 11 ലക്ഷം വരുമ്പോൾ സന്തോഷ് പോളിന് 88,000 രൂപ, PN രവീന്ദ്രന് 2,64,000 രൂപ, A മൗലിക്ക് 8 ലക്ഷം, രാജേഷ് ദ്വിവേലിക്ക് 25 ലക്ഷം, V ചിദംബരേഷിന് 2,20,000 രൂപ, രഞ്ജിത്ത് തമ്പാന് 4,40,000 രൂപ. ഇങ്ങനെ ലക്ഷങ്ങളുടെ കണക്കുകൾ വരുമ്പോൾ ലക്ഷങ്ങളും കോടികളും കഴിഞ്ഞു പോവുകയാണെന്ന് വേണം പറയാൻ. സാധാരണക്കാരന് ഇവിടെ പെൻഷൻ പോലും കൊടുക്കാൻ കഴിയാത്ത സർക്കാരാണ് കോടികളും ലക്ഷങ്ങളും മുടക്കി സുപ്രീം കോടതിയിൽ ഒരു കേസിനായി ചെല്ലുന്നത് എന്ന് വേണം കരുതാൻ. എന്തായാലും
ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ ചിലതൊക്കെ ചിന്തിക്കാനും ചിന്തിപ്പിക്കാനും കൂടിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. കണക്കുകളിൽ എല്ലാം വ്യക്തമാണ്. സുപ്രീം കോടതിയിൽ പൊടിപൊടിക്കുന്ന കണക്കുകളുടെ എണ്ണം, അല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ ഒരു കേസ് വാദിക്കാനും അത് ജയിക്കുന്ന കാര്യം മറ്റൊന്ന്, കേസ് വാദിക്കാൻ മാത്രം കോടികൾ മുടക്കുന്ന സർക്കാരിന് പാവപ്പെട്ടവന്റെ പെൻഷൻ കാശ് കൂടി കൊടുക്കാനുള്ള ഈ ഒരു മനസ്സുണ്ടാകണമേ എന്ന് മാത്രമാണ് പ്രാർത്ഥന.